ആദരവും അനുശോചനവും അനാദരവായി മാറുന്നതിൻ്റെ നേർക്കാഴ്ച കാണാൻ കുറവലങ്ങാട്ട് എത്തിയാൽ മതിയാകും. ഗ്രാമപഞ്ചായത്ത് അംഗമായിരുന്ന KR ശശിയുടെ നിര്യാണത്തെ തുടർന്ന് ഗ്രാമപഞ്ചായത്തിൽ നടത്തിയ ഔദ്യോഗിക ദുഃഖാചരണത്തിൻ്റെ ഭാഗമായാണ് ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ കരിങ്കടി ഉയർത്തിയത്. സാധാരണയായി അതിവിശിഷ്ട വ്യക്തികളുടെ നിര്യാണവുമായി ബന്ധപ്പെട്ട് ഒരാഴ്ചത്തെ ദുഃഖാചരണമാണ് ദേശീയ തലങ്ങളിൽ പോലും നടത്തുന്നത്. എന്നാൽ പഞ്ചായത്ത് അംഗത്തോടുള്ള ആദരവ് പ്രകടിപ്പിച്ചുകൊണ്ട് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടും നടത്തിയ ദുഃഖാചരണത്തിൻ്റെ ഭാഗമായി ഉയർത്തിയ കരിങ്കൊടി ഗ്രാമപഞ്ചായത്ത് അംഗത്തിൻ്റെ ചരമദിനം പിന്നിട്ട് 1 മാസം കഴിയുമ്പോഴും അഴിച്ചു മാറ്റുവാൻ പോലും അധികൃതർ കൂട്ടാക്കിയിട്ടില്ല. നാടിനെ സേവിച്ച് നാട്ടുകാർക്കിടയിൽ ജീവിച്ച് നാട്ടുകാരുടെ ആദരവിന് പാത്രീഭൂതനായ ഗ്രാമപഞ്ചായത്ത് അംഗത്തെ അവഹേളിക്കും വിധമാണ് ആദരവിനായി പ്രകടിപ്പിച്ച ഈ നടപടി ഇപ്പോൾ നിലകൊള്ളുന്നത്. ആയിരക്കണക്കിന് ആളുകൾ കടന്നുപോകുന്ന MC റോഡിൻ്റെ പാർശ്വത്ത് സ്ഥിതി ചെയ്യുന്ന കുറവലങ്ങാട് ഗ്രാമപഞ്ചായത്ത് ഓഫീസിൻ്റെ ഏറ്റവും മുകളിലായാണ് കരിങ്കൊടി ഇപ്പോഴും പാറിക്കളിക്കുന്നത്. ആദരവ് അറിയിക്കണമെങ്കിൽ നിശ്ചിത കാലയളവിലേക്ക് അത് പരിമിതപ്പെടുത്തുകയും അതിനുശേഷം സാധാരണ ജീവിതത്തിലേക്ക് ജനങ്ങളും നാടും എത്തുന്നതിനൊപ്പം നിശ്ചിത കാലയളവിന് ശേഷം കറുത്ത കൊടി മാറ്റുകയും ചെയ്യേണ്ടതുണ്ട്. എന്നാൽ ഇത് അഴിച്ചു മാറ്റണമെന്ന് പോലും അറിയാത്തവരാണ് ഇത് കെട്ടിയത് എന്നറിയുമ്പോൾ ആദരവിന് അപ്പുറം അനാദരവായും അവഹേളനമായും മാറുകയാണ്. ഗ്രാമപഞ്ചായത്ത് അംഗത്തിൻ്റെ ശവസംസ്കാര ചടങ്ങുകളിലും വിയോഗവേളകളിലും ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി പങ്കെടുത്തില്ല എന്ന് ബഹളം കൂട്ടിയവർ പോലും ഇതൊന്നും അറിയുന്നില്ല എന്നുള്ളതാണ് ബാക്കിപത്രം. എന്താണെങ്കിലും ഉപതെരഞ്ഞെടുപ്പിന് പ്രഖ്യാപനം നടന്ന് കളമൊരുങ്ങുമ്പോൾ പോലും മരണമടഞ്ഞ വ്യക്തിയോടുള്ള ആദരസൂചകമായി ഉയർത്തിയ കരിങ്കൊടി ഇപ്പോഴും ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിൽ തത്തിക്കളിക്കുന്നു എന്നത് അധികൃതരുടെ മെല്ലപ്പോക്കിനും അനാസ്ഥയ്ക്കും സാധാരണ ബുദ്ധിയുടെ കുറവിനുമൊക്കെ പര്യായമായി സാധാരണക്കാരായ ജനങ്ങൾ തന്നെ ചൂണ്ടിക്കാണിക്കുകയാണ്.